പട്ടാമ്പി കുളപ്പുള്ളി പാതയിലെ ഗതാഗത നിയന്ത്രണം പൂർണ്ണമായും പുനഃസ്ഥാപിക്കാനായില്ല. ഇതോടെ പാതയിലൂടെയുള്ള യാത്ര ദുരിതപൂർണമായി. ഇത് യാത്രക്കാരുടെ പ്രതിഷേധത്തിനും ഇടവരുത്തി. പട്ടാമ്പി നിലാശുപത്രി മുതൽ ഷൊർണൂർ IPT കോളേജ് വരെയുള്ള റോഡ് നവീകരണത്തിന്റെ ഭാഗമായാണ് ഓങ്ങല്ലൂർ പാടത്തെ ഓവുപാലം പുതുക്കി പണിയുന്നത്. ഇതിന്റെ ഭാഗമായി മാസങ്ങൾക്ക് മുമ്പ് പാടത്തിലൂടെ സർവീസ് റോഡ് നിർമ്മിച്ചിരുന്നു. എന്നാൽ മഴ തുടങ്ങിയതോടെ പാടത്തിലൂടെയുള്ള വെള്ളമൊഴുക്ക് തടസ്സപ്പെട്ടത് സർവീസ് റോഡിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയായി. മാത്രവുമല്ല, പാടത്ത് വെള്ളം നിറഞ്ഞത് സമീപവാസികളെയും ആശങ്കയിലാഴ്ത്തി. ഈ സാഹചര്യത്തിലാണ് സർവീസ് റോഡ് കട്ട് ചെയ്ത് പുനർനിർമ്മിക്കുന്നതിനായി 2 ദിവസം പാതയിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചത്. തിങ്കളാഴ്ച രാവിലെ പ്രവൃത്തികൾക്ക് ശേഷം പാത ഗതാഗതത്തിന് തുറന്നുകൊടുക്കുമെന്നാണ് അധികൃതർ അറിയിച്ചിരുന്നത്. എന്നാൽ മഴ പ്രവൃത്തികളെ ബാധിച്ചു. കാര്യമായ പ്രവൃത്തികൾ ഇവിടെ നടന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. അതുകൊണ്ട് തന്നെ പ്രവൃത്തികളുടെ പൂർത്തീകരണവും നീണ്ടു. രാവിലെ ഇതിലൂടെ എത്തിയ വാഹനങ്ങൾ റോഡ് തുറക്കാത്തതിനാൽ ദുരിതത്തിലാവുകയും ചെയ്തു. ഇതോടെ യാത്രക്കാർ പ്രതിഷേധവുമായി രംഗത്തെത്തി. പോലീസും ഉദ്യോഗസ്ഥരുമെല്ലാം സ്ഥലത്തെത്തിയിരുന്നു. ഭയങ്കര പ്രശ്നം തന്നെയാണ്. വണ്ടി ഓടാൻ പറ്റില്ല. ഞങ്ങള് ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. റോഡ് കുട്ടികളല്ല, എന്താ കുട്ടികളൊക്കെ നിൽക്കുകയാണ്. ബസ് ഓടിയെത്താൻ പറ്റില്ല ടൈമിന്. ഇത് പൊളിച്ചിട്ട് ഇന്ന് തുറക്കം പറഞ്ഞ പൊളിച്ചത്, ഇതുവരെ പൊളിച്ചിട്ടില്ല, തുറന്നിട്ടില്ല റോഡ്. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുറെ ആൾക്കാർ ഇടങ്ങറായി ഒഴിക്കാണ്. എല്ലാവർക്കും പ്രശ്നം. ബസ്സുകാർക്ക് ഞങ്ങൾക്ക് മെയിൻ പ്രശ്നമാണ് ഒന്നാമത്. ഞങ്ങളിങ്ങനെ ഓടണമെങ്കിൽ ഇപ്പോൾ വല്ലപ്പോഴും വഴി വന്നിട്ട് വേണം വാണിയംകുളത്തോ കുളപ്പുള്ളി വന്ന് കാണാം. തുടർന്ന് ചെറുവാഹനങ്ങൾ ഇതിലൂടെ കടത്തിവിടാൻ ആരംഭിച്ചു. ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കടത്തിവിടുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. പ്രവൃത്തികൾ എപ്പോൾ തീരുമെന്നതിലും വ്യക്തമായ ഉത്തരം അധികൃതർക്ക് നൽകാനില്ല. വിദ്യാർത്ഥികളടക്കമുള്ള യാത്രക്കാർ ഇതോടെ ദുരിതത്തിലായിരിക്കുകയാണ്. ആശുപത്രി കേസുകളുമായി എത്തുന്നവരും വലിയ ദുരിതമനുഭവിച്ചാണ് ഇതിലൂടെ കടന്നു പോകുന്നത്.